Jesus. Jesus. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം ഒരുക്കിയ പ്രിയങ്കരൻ ശുശ്രൂഷ 1921 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ലോകത്തിന് വിവിധ രാജ്യങ്ങളും അനേക പ്രിയപ്പെട്ടവർ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഹാർവസ്റ്റ് ചാനലിലൂടെ നേരിട്ട് ഈ തത്സമയ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയുമില്ല. തീർച്ചയായും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ ആ കരങ്ങൾ ഉയർത്തി ചേർന്ന്
ഒന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ടവരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി ആ പ്രിയപ്പെട്ട നമ്മളോട് കൂടെ പങ്കെടുക്കുമ്പോൾ ഈ തത്സമയ പ്രാർത്ഥനയിലും ആരാധനയിലും 1921 ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് യേശുവിനെ നല്ലവനായി രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യെശയ്യാ പ്രവചനം 55 അധ്യായം അതിന്റെ 8-9 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 9 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആകാശവും ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഈ പ്രഭാതത്തിലും നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനുള്ള വിചാരങ്ങൾ, ദൈവത്തിനുള്ള വഴികൾ നാം ചിന്തിക്കുന്നതിനേക്കാൾ, നാം നനയ്ക്കുന്നതിനേക്കാൾ ഉപരിയായത് ഈ പ്രഭാതത്തിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ഓരോ പ്രിയ എല്ലാ കുടുംബാംഗങ്ങളെയും നിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവരുണ്ട്, സ്വസ്ഥതയില്ലാത്തവരുണ്ട്, സമാധാനമില്ലാത്തവരുണ്ട്, വിവിധ തരത്തിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളുടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ആമേൻ. സ്തോത്രം. നിന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും നിന്റെ കൃപയും സാന്നിധ്യവും ബലവും ശക്തിയും സമാധാനവും അവിടുന്ന് പകർന്ന് അവരെ അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്യുന്നതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവിന്റെ സ്നേഹത്തെയും മാതൃതയും എത്തിക്കുന്ന പ്രിയകല ശുശ്രൂഷ സിനിമയെ ഓർമ്മപ്പെടുത്തുപോലെ തന്നെ 1921 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എത്രയോ പ്രിയപ്പെട്ടവരെ നമ്മോടുകൂടെ ഈ തത്സമയ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മൾ വായിച്ചതുപോലെ എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. സിനിമയെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേക പ്രിയപ്പെട്ടവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ രോഗത്തിലൂടെ കടന്നുപോയപ്പോൾ, അവർ തകർന്നിരുന്നപ്പോൾ, അവരുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടപ്പോൾ അവർ കരുതിയത് അതിൽ അവർ അവസാനിക്കുമെന്നായിരുന്നു. പക്ഷേ എന്നാൽ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് അവർ കടന്നു വരുവാൻ ഇടയായി തീർന്നപ്പോൾ, യേശുവിൻ്റെ സമാധാനം അവരിലേക്ക് എത്തിച്ചേർന്നപ്പോൾ, യേശുവിന് അവരെക്കുറിച്ച് ശുഭമായ പദ്ധതി ഉണ്ട് എന്നവർ അറിഞ്ഞപ്പോൾ സിനിമയെ അതിൽ നിന്നും എത്രയോ ഉയർന്ന അനുഭവത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും ഈ പ്രഭാതത്തിലേക്കും എത്രയോ പ്രിയപ്പെട്ടവരെ കൊണ്ടുപോയ അനേകം സാക്ഷ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. വലിയ ഓൾട്ടറിൽ 9 ലക്ഷത്തിനടുത്ത് വ്യക്തികളുടെ കുടുംബങ്ങളുടെ വിവരങ്ങളായിരിക്കുന്നത്. നമ്മൾ കുടുംബയോഗങ്ങളിൽ ചെല്ലുമ്പോൾ ചില പ്രിയപ്പെട്ടവരെയൊക്കെ നേരിട്ട് കാണാറുണ്ട്. അപ്പോൾ അവർ പറയുന്നൊരു സാക്ഷ്യം ഇതാണ്: ഈ തത്സമയം നടക്കുന്ന ഈ പ്രാർത്ഥന ഏതോ ഒരു ദിവസം അവർ ആ TV-യിലൂടെ പങ്കെടുത്തുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ നമ്പറിൽ ലഭിച്ച് ആ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പറഞ്ഞു. അതുമാണ് ഇന്ന് അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ തന്നെ ഒരു കാരണം എന്നുള്ളത്. അവരും ദീപത്തിൽ ഓർമ്മിച്ചാൽ അവർ കടന്നുപോയ വെല്ലുവിളികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ചതാണ്. പക്ഷേ യേശു അവർക്ക് വേണ്ടി ഉന്നതമായത് കരുതി വെച്ചു. ദീപത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു വേദഭാഗം ഇതിനോടുള്ള ബന്ധത്തിൽ നാം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്: ആഴ്ചവട്ടത്തിന് 1-ാം നാളായ ദിവസം നേരം
വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ബ്രദറെ, ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാർ ആ ഭവനത്തിൽ ഒന്നിച്ചു കൂടി ഭയപ്പെട്ടിരിക്കുക. അതിൻ്റെ നടുവിലേക്ക് യേശു ഇറങ്ങി വന്നു. ഇന്ന് നാം ആയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ആ കരങ്ങൾ ഉയർത്തിച്ചേർന്ന് വായിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ അവരെ യഹൂദന്മാരെ പേടിച്ച ഒരു മുറിക്കകത്ത് കയറി അതൊരു വാതിൽ അടച്ച് അതിനകത്തിരിക്കുന്നത് വളരെ ഭയപ്പെട്ട് മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരുപക്ഷെ ഇവരെയും പേടിക്കാം, യേശുവിനെ കൊന്നതുപോലെ ഇവരെയും കൊല്ലാം, വളരെ ഭയപ്പെട്ട് അവർ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു, ഞങ്ങളുടെ ശുശ്രൂഷകൾ തീർന്നു, ഇനി ഞങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, എല്ലാം തീർന്നു, ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കണ്ടായിരുന്നു, വരണ്ടായിരുന്നു, ഒന്നും അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നാം അവിടെ കാണുന്നത് യേശു അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നത് നമ്മൾ അവിടെ കാണുന്നത്. ആ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു വേർതിരിക്കുമ്പോൾ, തൻ്റെ കൂടെ ചേർക്കുമ്പോൾ അവരെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും കർത്താവിന് ഉന്നതമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ അവർ നേരിട്ട് ആ വിഷയത്തിന് മുമ്പിൽ അവരോർത്തത് എല്ലാം തീർന്നു എന്നാണ് ചിന്തിച്ചത്. പക്ഷെ അതിൻ്റെ നടുവിലേക്ക് വീണ്ടും യേശു ഇറങ്ങി വരുന്നത് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. തീർച്ചയായിട്ടും ശ്രീമതി ഇറങ്ങി വന്നതിന് ശേഷം ആദ്യമായി ശുശ്രൂഷകരോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറയുന്ന വാക്ക് നിങ്ങൾക്ക് സമാധാനമെന്ന. ഇത് തത്സമയമേ നടക്കുന്ന പ്രാർത്ഥനയും ആരാധനയുമായി എത്രയോ പ്രിയപ്പെട്ട ഒരു ഭയത്തിന് നടുവിലായിരിക്കുന്നു, അല്ലെങ്കിൽ നേരിടുന്ന ഒരു രോഗത്തിന് നടുവിൽ, അല്ലെങ്കിൽ വെല്ലുവിളിയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ അവിടെ അവസാനിക്കുമെന്ന് കരുതിയിരിക്കുമ്പോൾ ശ്രീമതി തീർച്ചയായിട്ടും ഈ പ്രഭാതത്തിൽ അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് അവർക്ക് സമാധാനത്തെ കൊടുക്കുവാൻ കർത്താവ് ഇന്നും വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാ, ഓരോ ശിഷ്യന്മാരും ചിന്തിച്ചത് ഞങ്ങളെ കൊണ്ട് ഇതൊന്നും സാധ്യമല്ല, എന്നാൽ പണ്ട് ആയിരുന്നതുപോലെയൊക്കെ ആയിരുന്നാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ യേശു അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നതിലൂടെ മറ്റൊരു വാക്കും കൂടെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വായിച്ചതുപോലെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ചിന്തിക്കുന്ന വഴികളല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്ന വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുക. ഇന്ന് ഈ തത്സമയ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടഞ്ഞു, എല്ലാ വഴികളും അടഞ്ഞു, എല്ലാം അവസാനിച്ചു, എല്ലാം ചിന്തിച്ചു എന്തിനിങ്ങനെ ജീവിക്കണം എന്ന് വരെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഞാനും നിങ്ങളും എവിടെയായിരിക്കുന്നു അവിടേക്ക് ഇറങ്ങി വരുന്ന ഒരു യേശുവിന്റെ സന്നിധിയിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. മാത്രമല്ല അവൻ നമുക്ക് സമാധാനം നൽകുകയും തനിക്ക് നമ്മളെ കുറിച്ചുള്ള ആ പദ്ധതി പൂർത്തീകരിക്കുവാൻ വീണ്ടും നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തെ അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലും അനേക സ്ഥലങ്ങളിൽ നിന്നും ഈ തത്സമയ പ്രാർത്ഥനയിലും ആരാധനയും പങ്കെടുക്കുമ്പോൾ ഒരു വ്യക്തി പോലും ഇന്ന് നിരാശപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. യേശു നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനുണ്ട്. അവന്റെ സന്നിധിയിൽ ഉറപ്പോടെ ധൈര്യത്തോടെ കരങ്ങൾ രണ്ടും ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബാംഗങ്ങളെയും നിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഭയത്തിന് നിഴലിലായിരിക്കുന്നവരുണ്ട്, ഭീതിയുടെ നിഴലിലായിരിക്കുന്നവരുണ്ട്, മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, നേരിടുന്ന പ്രതികൂലത്തിന് നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ അതിനെ നേരിടാൻ കഴിയാതെ കർത്താവേ ഭവനത്തിനകത്ത് പലയിടങ്ങളിലായി ഒതുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, പുറത്തിറങ്ങാൻ സാധിക്കാതെ വർഷങ്ങളായി മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കേട്ടതുപോലെ നീ നൽകുന്ന സമാധാനം ഇപ്പോൾ ആ വ്യക്തിയിലേക്ക് വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ നൽകുന്ന സന്തോഷം ആ കുടുംബത്തിലേക്ക് വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായി തീരട്ടെ, ആ സാമ്പത്തിക തകർച്ചകൾ മാറട്ടെ, കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങൾ മാറട്ടെ കർത്താവേ. ദൈവിക സമാധാനത്താൽ ഇപ്പോൾ തന്നെ ഓരോ കുടുംബങ്ങളും നിറയപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. Hallelujah.
ഈ പ്രഭാതത്തിലും അനേകം പ്രിയപ്പെട്ട നമ്മളോട് കൂടെ ഈ തത്സമയ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ഹാർവസ്റ്റ് ചാനലിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പ്രിയപ്പെട്ട നമ്മളോട് കൂടെ പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസം വിദേശ രാജ്യങ്ങളിലും അനേകം പ്രിയപ്പെട്ട നമ്മളോട് കൂടെ പങ്കെടുക്കുന്നുണ്ട്. നമുക്കൊന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ടവർ അവരെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ നാം പ്രിയപ്പെട്ടവർ അറിയിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുമുണ്ട്. പ്രിയങ്കാലെ വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞാലും ഇമെയിൽ മുഖാന്തരം വന്നാലും വാട്സപ്പിലൂടെ വന്നാലും എല്ലാം നാം ചെയ്യുന്ന കാര്യം ആ പ്രാർത്ഥനാ വിഷയം വരുന്ന ഫോമിൽ ആ വിവരങ്ങൾ എഴുതി ഈ ഓൾട്ടറിൽ വെച്ച് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. യേശു പറഞ്ഞത് ഭൂമിയിൽ നിങ്ങൾ 2 പേർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഏത് വിഷയമാണെങ്കിലും സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകി തരും. പ്രാർത്ഥനാ വിഷയങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച അനേകം വിഷയങ്ങളുടെ മറുപടിയും നമുക്ക് ഈ പ്രഭാതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. സിനു ബ്രദറെ, നമുക്ക് രാവിലെ ഒരു പ്രൈസ് റിപ്പോർട്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു സഹോദരി, ട്രിവാൻഡ്രത്തുള്ള ഒരു സഹോദരി കുട്ടികളില്ലായിരുന്നു. നമ്മൾ പ്രേംകേളയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. 10 വർഷത്തിന് ശേഷം ആ സഹോദരി ഇപ്പം പ്രഗ്നന്റ് ആണ്. അവർക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് ഒരു അറിയിച്ചിട്ടുണ്ട്. സിനു, കൊയിലാണ്ടിയിൽ നിന്ന് ഒരു മാതാവ് പ്രേംകേളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 പ്രാർത്ഥനാ വിഷയങ്ങളെ പറഞ്ഞിരുന്നത്. ഒന്ന്, അവളുടെ മകളുടെ കാലിന് ഭയങ്കര വേദനയാണ്, നടക്കാൻ മേല. ആ പ്രയാസത്തിൽ ആ മോളെ വേദന മാറണം. അപ്പോൾ തന്നെ മരുമകൾക്ക് വിദേശത്ത് ഒരു ജോലി ലഭിക്കണം. ഈ 2 വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരുന്നത്. പ്രേംകേള കുടുംബങ്ങൾ ഈ 2 വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെ ലഭിച്ചു. ആ ഉറപ്പോടെ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം മാതാവ് വിളിച്ചു പറഞ്ഞ് എന്റെ മോടെ കാലിന്റെ വേദന മാറി, വിദേശത്ത് പോകാൻ ടിക്കറ്റ് ലഭിച്ചു, പ്രാർത്ഥിച്ചതിന് നന്ദി പറഞ്ഞിരിക്കുക. ഈ തത്സമയം നടക്കുന്ന പ്രാർത്ഥന ഇന്ന് 1921 ദിവസത്തിലെത്തി നിൽക്കുക. അനേകം പ്രിയപ്പെട്ട ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ പങ്കെടുക്കുന്നത് 100% തത്സമയമായിട്ടാണ് നടക്കുന്നത്. അനേകം പ്രിയപ്പെട്ട വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അത്യാവശ്യമായി വന്ന ഒരു ടെലിഫോൺ കോള് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഹലോ 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 പറഞ്ഞാട്ടെ അമ്മ. എന്റെ പേര് തങ്കമ്മ എന്നാണ്. ഞാൻ ബോംബെ നിന്നാണ് വിളിക്കുന്നത്. ആ, ഞാൻ 6-7 വർഷത്തിന് മുമ്പ് ഞാൻ വലിയ സ്റ്റൂളിന്റെ മുകളിൽ നിന്ന് വീണ്. അപ്പൊ എന്റെ എന്റെ കൈയിന്റെ ഇത് എന്റെ കൈയിന്റെ ഒരത്തിന്ന് വീണു. മറ്റേ കൈ ഒടിഞ്ഞ് നടുവിന്റെ എല്ല് വളഞ്ഞ് മുട്ട് 2 കേപ്പായി. അപ്പൊ എല്ലാരും കൂടെ കൊണ്ടുപോയി എന്നെ ഓപ്പറേഷനൊക്കെ ചെയ്ത് ശരിയായി. അതിനുശേഷം ഇപ്പൊ 6 മാസമായിട്ട് എന്റെ മുട്ട് 2 ഭയങ്കര വേദനയാണ്. എനിക്ക് നടക്കാനും ഇരിക്കാനും എഴുന്നേക്കാനും ഒന്നിനും വയ്യാതെ ഭയങ്കര വേദന. അങ്ങനെ ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞ് ബ്രദർ പറഞ്ഞു. ആദ്യം ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ കാലിൽ ഒരുപാട് തേയ്മാനം വന്നിട്ട് കേപ്പ് വന്ന് ഡാമേജ് ആയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് വിഷമിച്ച് ഇവിടെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ബ്രദർ പറഞ്ഞു അമ്മ ഓപ്പറേഷൻ ചെയ്യേണ്ട, കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഇപ്പൊ 2 മാസം എന്റെ കാലിന് പൂർണ്ണമായ സുഖം കിട്ടി. കാലിൽ വേദനയില്ല. ഞാൻ നടന്ന് നാട്ടിലൊക്കെ പോയി നേർച്ചയെല്ലാം നേർന്ന് ഞങ്ങളുടെ പള്ളിയിൽ നടന്നു പോയി. അമ്മയുടെ പേരെന്തോ പറഞ്ഞത്? സൗഖ്യപ്പെട്ടു. ഞാനിപ്പോ പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. ഓക്കെ, അമ്മയുടെ പേരൊന്നും കൂടെ പറയാമോ? എന്റെ പേര് തങ്കമ്മയെന്ന്. ഞാൻ ബോംബെയിലാണ് താമസിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ തത്സമയ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടോ? ടിവിയിലൂടെ പ്രാർത്ഥന? ഇപ്പൊ ടിവിയിലൂടെ ഞാൻ കാണുന്നുണ്ടല്ലോ.
ഓക്കെ അമ്മ, ഈ സാക്ഷ്യം വിളിച്ച് പറഞ്ഞതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരു 7 വർഷം മുമ്പ് ഒരു വീണ മാതാവ്, ആ വീഴ്ചയിൽ ഒത്തിരി പ്രയാസങ്ങൾ ആ അമ്മയ്ക്ക് നേരിട്ട്. ഒരു കൈ കുഴത്തിൽ നിന്ന് അതങ്ങ് വിട്ടുപോയി, മറ്റേ കൈ ഒടിഞ്ഞു, നടുവിൻ്റെ എല്ലുകൾ വളഞ്ഞു, കാലിന് വല്ലാത്ത പ്രയാസങ്ങളുണ്ടായിരുന്നു, ഓപ്പറേഷൻ വേണമെന്നൊക്കെയും പറഞ്ഞ് ഈ 7 വർഷം ഭയങ്കരമായി വേദന തിന്നുകൊണ്ടിരുന്ന ഒരു മാതാവ്. പക്ഷേ ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞത് നമ്മൾ പ്രിയങ്കല കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ഈ മാതാവ് പറഞ്ഞൊരു സാക്ഷ്യം, ഓപ്പറേഷൻ ചെയ്താലേ അതിനൊരു മാറ്റം വരത്തുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞെടുത്ത്, അത് കൂടാതെ കർത്താവ് സൗഖ്യമാക്കി. ഇന്ന് അനേകം പ്രിയപ്പെട്ടവർ പല ഹോസ്പിറ്റലിൽ നിന്നും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. വേദനയുടെയും പ്രയാസങ്ങളുടെ കടന്നു പോകുന്നവർ, ഇതുപോലെ ഓപ്പറേഷൻ വേണം അല്ലെങ്കിൽ കൂടുതൽ ചികിത്സ ട്രീറ്റ്മെൻ്റ് ഒക്കെ വേണം എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. തിരുവചനം നമ്മൾ വായിക്കുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. ആ ഹോസ്പിറ്റൽ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് പറഞ്ഞാട്ടെ, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. തങ്കച്ചായ, നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ അടുത്തൊരു പ്രൈസ് റിപ്പോർട്ട്. ഇത് കൊട്ടാരക്കരയിൽ നിന്നും ഒരു മാതാവ് അറിയിച്ചത് ഇങ്ങനെയാണ്. ചേച്ചിയുടെ മകന് 24 വയസ്സുള്ള അവന് ബ്ലഡ് ക്യാൻസറിനാൽ ഭാരപ്പെടുകയായിരുന്നു. ഈ സമയത്താണ് ഈ വിഷയം പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചറിയിച്ചത്. ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കർത്താവ് പൂർണ്ണമായും സൗഖ്യം ആ മകന് നൽകിക്കൊടുത്തു. പ്രാർത്ഥിച്ച പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നന്ദി അറിയിച്ചിരിക്കുമ്പോൾ സൗഖ്യമാക്കിയ യേശുവിന് സർവ്വമഹത്വം ആ പ്രിയപ്പെട്ട അറിയിച്ചിരിക്കുന്നു. സിനു ബ്രദറെ, നമ്മൾ സാം ബ്രദർ ഇപ്പം മസ്കറ്റിലുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥന മസ്കറ്റിൽ ആവശ്യമുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിക്കണം. നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ആ നമ്പർ കൊടുക്കാൻ സാധിക്കും. ദുബായിൽ ഇന്നലെ മീറ്റിങ്ങുകൾ അനുഗ്രഹമായിരുന്നു എന്ന് സാം ബ്രദർ പറയുകയുണ്ടായി. നമുക്ക് ഇന്ന് നമ്മുടെ കുടുംബയോഗം 2 സ്ഥലങ്ങളിലായിട്ട് നടക്കാൻ പോകുക. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയത്ത് നമുക്ക് ചെങ്ങന്നൂർ YWCയിൽ വെച്ച്, ഉച്ചയ്ക്ക് 3 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്ത് എടത്തുവായിൽ സോവാൻ മണലിൽ പറമ്പിൽ വെട്ടിത്തോട് പാലത്തിന് സമീപമുള്ള ആ ഹോളിൽ വെച്ച് നമ്മുടെ കുടുംബയോഗമുണ്ട്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ പ്രമോദ് ബ്രദർ ഓർമ്മിച്ച പോലെ സാം ബ്രദർ മസ്കറ്റിൽ ആയിരിക്കുന്നു. ഇന്നും നാളെ വൈകുന്നേരം വരെയുള്ള സമയത്ത് അവിടെ ഉണ്ടാകും. അവിടെയുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെ മീറ്റ് ചെയ്യണമെന്നുള്ളവർ, അപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം, ആ പ്രേയിങ് കേരളയിൽ ഇപ്പോൾ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അത് വിളിക്കുക. നിങ്ങളുടെ വിവരങ്ങൾ തീർച്ചയായിട്ടും അത് സാമ്രാജ്യക്ക് കൈമാറുവാനും നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാനുള്ളൊരു സൗകര്യം അതിലൂടെ ഒരുക്കുവാൻ സാധിക്കും. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം. നാം എവിടെയാണെങ്കിലും ദൈവത്തിന് വലിയ അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. ആ കരങ്ങൾ രണ്ടും ഉയർത്തി ചേർന്ന് How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art. ഇത് രാജസ്ഥാനിൽ നിന്ന് മെൽസി വർഗീസ് അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അനിയൻ്റെ വൈഫിന് അനീഷയ്ക്ക് ഒരു തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഈ സമയത്ത് അത് പ്രിയങ്കലെ വിളിച്ചു ചേർന്നു, പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് നടന്നു. ഇപ്പോൾ നല്ല സൗഖ്യത്തോടെ ആയിരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ കുഞ്ഞിന് ഭയങ്കരമായ വയറുവേദനയാൽ ഭാരപ്പെട്ട സമയം അതും പ്രിയങ്കലെ വിളിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു. അതും സൗഖ്യം ലഭിച്ചു. പ്രാർത്ഥിച്ചാൽ എല്ലാവരോടും നന്ദി അറിയിച്ചിരിക്കുമ്പോൾ അടുത്ത തൈറോയിഡിൻ്റെ ബയോപ്സി റിസൾട്ടിന് അത് വിട്ടിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് നോർമലാകാൻ വേണ്ടി പ്രാർത്ഥന നമ്മോട് ചോദിച്ചിട്ടുണ്ട്. ബ്രദറെ, സിബിൻ കോഴിക്കോട് നിന്ന് വിളിച്ചു പറഞ്ഞു കിഡ്നിയിൽ ഒരു തടിപ്പുണ്ടായിരുന്നു, ഡോക്ടേഴ്സ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രേംകേരളയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ആ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കടന്നു പോയപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു വീണ്ടും നമുക്കൊന്നുകൂടെ അത് സ്കാൻ ചെയ്യണം.
ആ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ആ കിഡ്നി ആ ഉണ്ടായിരുന്ന തടിപ്പ് അവിടെ ഇല്ല, അത് നോർമലായി. ഇത് വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞ് അവിടെ കിഡ്നിയിൽ സ്റ്റോണായി വളരെ പ്രയാസമായി. ഈ വേദന എടുക്കുന്ന സമയത്ത് പ്രിയങ്കറിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാർ ഒരു ഓപ്പറേഷൻ സജഷൻ ചെയ്ത് ആ ഹോസ്പിറ്റലിൽ തന്നെ പ്രിയങ്കറിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇതുപോലെ പ്രയാസത്തിൽ കൂടി കടന്നു പോവാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയങ്കറിനെ കൂടെ മകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും രണ്ടാമത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതേ ഡോക്ടർ പറഞ്ഞത് ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇത് ശോഭ ട്രിവാൻഡ്രത്ത് അറിയിച്ചിരിക്കുന്നത് അവരുടെ കുറച്ച് പണം നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് പ്രിയങ്കയെ വിളിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു. ആ നഷ്ടപ്പെട്ടു പോയ പണം തിരികെ ലഭിച്ചു. അത് ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത് അറിയിച്ചിരിക്കുന്നത് തൈറോയിഡിന്റെ ടെസ്റ്റിന് വിടുന്നതിന് മുൻപായി അതും പ്രിയങ്കയെ ചേർന്ന് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു, എല്ലാം നോർമൽ. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. കുഞ്ഞുമോൾ വർഗീസ് കോട്ടയത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നു, മകൻ ജിതിന് ഒരു ജോലി ലഭിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. BSc BTech എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജോലി ഇല്ലായിരുന്നു. പ്രിയങ്കയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരു പുതിയ ജോലി ലഭിച്ചു. ഇത് വന്നിട്ട് ട്രിവാൻഡ്രത്ത് ഒരു സഹോദരി വിളിച്ചു പറഞ്ഞത് അവർക്ക് എന്ത് ആഹാരം കഴിഞ്ഞാൽ അലർജിയാ, അത് ശരീരം മുഴുവൻ ചൊറിച്ചിലാണ്. ഇങ്ങനെ പ്രയാസത്തിൽ കൂടി കടന്നു പോകും. നമുക്കറിയാം എല്ലാ ദിവസവും നമ്മൾ 6:31 നമ്മൾ എണ്ണയും വെള്ളം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ആ മാതാവ് നമ്മുടെ ആ സമയത്ത് വന്നിട്ട് അവരുടെ വീട്ടിലെ തന്നെ എണ്ണ എടുത്ത് പ്രാർത്ഥിച്ചു, അവരുടെ ശരീരം പുറത്തി. മാതാവ് പറഞ്ഞേ, ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്ത് ആഹാരം കഴിച്ചാലും എന്റെ ശരീരത്തിൽ അലർജി വന്നിട്ടില്ല, കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകിയെന്ന്. ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് ബിന്ദു അറിയിച്ചിരിക്കുന്ന ഇങ്ങനെയാണ്. ബിജി എന്ന് പറയുന്ന സഹോദരി 45 വയസ്സുണ്ട്. കഴിഞ്ഞ ദിവസം എൻഡോസ്കോപ്പിക്ക് പോകുന്നതിന് മുൻപായി പ്രിയങ്കയിൽ വിളിച്ചു ചേർന്നു, പ്രാർത്ഥിച്ചു. അതിന്റെ റിപ്പോർട്ടുകൾ എല്ലാം നോർമൽ ആയിരിക്കുന്നു. പ്രാർത്ഥിച്ചതിന് നന്ദി പറഞ്ഞിരിക്കുന്നു. ഇത് എറണാകുളം തമ്മനത്തിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു, കാല് ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു. എറണാകുളത്ത് മീറ്റിങ്ങിന് വന്നപ്പോഴത്തേക്കിന് പ്രാർത്ഥിച്ച എണ്ണ പുരട്ടി പിന്നെ ഇന്ന് വരെ ആ കാല് ചൊറിഞ്ഞു പൊട്ടുന്ന അനുഭവം ഉണ്ടായിട്ടില്ല. കോട്ടയത്ത് നിന്ന് ഒരു മാതാവ് വിളിച്ചു പറഞ്ഞ അവരുടെ അനുജത്തിയുടെ മകന് വിദ്യാഭ്യാസം കഴിഞ്ഞു പല ഇന്റർവ്യൂ പോകുന്നുണ്ട്, പക്ഷെ ഒരിടത്തും ജോലി ലഭിക്കുന്നില്ല. അങ്ങനെ ഇരുമ്പോഴാണ് പ്രിയങ്കയെ കുറിച്ച് അറിയുന്നു. പ്രിയങ്കയിൽ ഈ വിഷയം വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ശനിയാഴ്ച ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ മാതാവ് പറഞ്ഞ ആ ഇന്റർവ്യൂ പാസ്സായി, വിദേശത്ത് പോകാൻ എല്ലാം റെഡി ആയിരിക്കണേ. നമുക്ക് ഒന്നിച്ച് ഈ പ്രഭാതത്തിൽ ഒരിക്കലും നമ്മുടെ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ടവരോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഭവനങ്ങളിൽ സൗഖ്യമില്ലാതെ ആയിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ന് നേരിടുന്ന ഒത്തിരി വെല്ലുവിളികളുടെ മുമ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഈ പ്രാർത്ഥനയിലും ആരാധനയും പങ്കെടുക്കുമ്പോൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ബലമാണ് ഈ ഒരു ദിവസം മുഴുവൻ അവരെ മുൻപോട്ട് നടത്തുന്നത് എന്ന് പല പ്രിയപ്പെട്ടവരും നമ്മെ സാക്ഷി അറിയിച്ചിട്ടുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ വിടുതൽ അവർ അനുഭവിക്കട്ടെ, സൗഖ്യം അവർ അനുഭവിക്കട്ടെ. മാത്രമല്ല തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാകാൻ നമ്മുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. യേശു നമുക്ക് വേണ്ടി കരുതി വെച്ച് ആ കരുതൽ അനുഭവിക്കുന്ന ഒരു ദിവസമായി മാറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ കരങ്ങൾ രണ്ടും ദൈവസനെ ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, രോഗികളായി കർത്താവേ ഹോസ്പിറ്റലുകളിൽ ഭവനങ്ങളിൽ ഇരുന്ന് കർത്താവ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ആ കുടുംബത്തിനായി വ്യക്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനത്തെ കർത്താവേ ഞങ്ങൾ അയച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ പരിപൂർണ്ണ സൗഖ്യമുള്ളവനായി മാറട്ടെ. കർത്താവേ, കർത്താവേ മാനസിക ക്ലേശത്തിലൂടെ കടന്നു പോകുന്ന ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സമാധാനം, കർത്താവിന്റെ വിടുതൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ വ്യക്തിയുടെ മേല ഇപ്പോൾ തന്നെ കർത്താവ്, ഇപ്പോൾ തന്നെ കർത്താവേ അങ്ങയുടെ കരം തൊട്ട് നിന്റെ മകനെ ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിപൂർണ്ണ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ ക്യാൻസർ രോഗത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ വേദനയിൽ നിന്ന് അങ്ങ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിപൂർണമായ ദൈവത്തിന്റെ വിടുതലുകൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കൂടെ ആരാധിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഓരോ കുടുംബത്തിന്റെ മേലും ആ സൗഖ്യവും സാന്നിധ്യവും അവർ അനുഭവിക്കട്ടെ. കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവേ നന്ദി പറയുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ബോംബെയിൽ നിന്നും കർത്താവ് ടെലിഫോൺ ലൈനിൽ വന്ന മാതാവ് പറഞ്ഞ പോലെ കർത്താവ് 6 വർഷത്തിന് മുമ്പ് വീണതിന്റെ വേദനയും പ്രയാസങ്ങൾ കഴിഞ്ഞ 2 മാസം മുമ്പ് വരെയും ഉണ്ടായിരുന്നു. കർത്താവ്, നീ ആ മാതാവിനെ സൗഖ്യമാക്കിയല്ലോ. ഇതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് വീണത് മുഖാന്തരം, ആക്സിഡന്റ് പറ്റിയത് മുഖാന്തരം, വർഷങ്ങൾക്ക് മുമ്പ് ഓപ്പറേഷൻ ചെയ്ത മുഖാന്തരം, അല്ലെങ്കിൽ അന്ന് ഉണ്ടായ സംഭവത്തിന് ശേഷം പല പ്രിയപ്പെട്ടവരും ഇപ്പോഴും അതിൻ്റെ ക്ലേശങ്ങളും പ്രയാസങ്ങളും ശരീരത്തിൽ നേരിടുന്നുണ്ട്. കർത്താവ്, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആ ഓപ്പറേഷനെ തുടർന്നുണ്ടായ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറട്ടെ. ആക്സിഡന്റ് തുടർന്നുണ്ടായ പ്രയാസങ്ങൾ അത് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്നുണ്ടായ വീഴ്ചയിൽ സംഭവിച്ച പ്രയാസങ്ങൾ കർത്താവ്, ബ്ലഡ് കട്ട പിടിച്ച് കിടക്കുന്നത് കർത്താവ്, അതിൻ്റെ പ്രയാസങ്ങൾ നേരിടുന്നത് ഇപ്പോൾ തന്നെ മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയത്തിലൂടെ ഏത് പ്രയാസങ്ങളിൽ അവർ കടന്നു പോകുന്നു അതിനകത്ത് ദൈവം പ്രവർത്തിക്കണം. വർഷങ്ങളായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടിട്ടുണ്ട് കർത്താവ്, എന്നിട്ടും രോഗത്തിന് മാറ്റമില്ലാതെ കർത്താവ്, ഓരോ പ്രാവശ്യം സ്കാനിങ്ങിലും ടെസ്റ്റിലും കർത്താവ് ഒരു റിപ്പോർട്ടിലും മാറ്റമില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ക്രൂശിൽ തികച്ചെടുത്ത വിടുതലും സൗഖ്യം ആ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട മേൽ ഉണ്ടാകട്ടെ. തളർന്നു കിടക്കുന്ന രോഗികൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുമാറാകട്ടെ. ഉച്ചമുതൽ ഉള്ളം കാൽവരെ നിന്റെ ശക്തി, നിന്റെ വിടുതൽ, നിന്റെ സൗഖ്യം ആ പ്രിയപ്പെട്ട ഇപ്പോൾ തന്നെ അനുഭവിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ഭവനത്തിലേക്ക്, ആ ഹോസ്പിറ്റലിലേക്ക് കർത്താവെ, ആ രോഗക്കിടക്കയിൽ അവർ ആയിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ദൈവമേ നിന്റെ സൗഖ്യമാക്കുന്ന ശക്തി അവരിലേക്ക് വ്യാപരിക്കട്ടെ. തിരുവനന്തപുരം ഞങ്ങൾ വായിക്കുന്നു, അങ്ങയിൽ നിന്നും ശക്തി പുറപ്പെട്ട് രോഗികളെ സൗഖ്യമാക്കിയെന്ന്. ഈ തത്സമയ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ കർത്താവെ നിന്റെ ശക്തി അവരുമേ വ്യാപരിക്കട്ടെ, നിന്റെ സൗഖ്യത്താൽ അവർ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനേക മക്കളുണ്ട് കർത്താവേ. അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ കർത്താവേ. ജോലിയിൽ അനേകർ കർത്താവേ പ്രയാസപ്പെടുന്നു കർത്താവേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജോലികൾ അനുഗ്രഹപ്രദമാകട്ടെ കർത്താവേ. ശമ്പളത്തിലേക്ക് ഭാരപ്പെടുന്നവരെ അനേക മാസങ്ങളായി കർത്താവ് ശമ്പളം ലഭിക്കാത്തവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവേ. പുതിയ പുതിയ കമ്പനികൾ കർത്താവേ ഇന്റർവ്യൂ കഴിഞ്ഞവരുണ്ട്. അവർ കർത്താവേ ആഗ്രഹിക്കുന്ന ജോലികൾ ലഭിക്കട്ടെ കർത്താവേ. അവരെ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്വന്തമായിട്ട് ഭവനം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഭവനത്തിന്റെ പണികൾ തുടങ്ങി കർത്താവേ അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ തന്നെ ഭാരപ്പെടുകയാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ എത്രയും പെട്ടെന്ന് ഭവനത്തിന്റെ പണികൾ തീരട്ടെ. അവർ കയറി താമസിക്കട്ടെ. ദൈവിക സമാധാന കുടുംബങ്ങൾ അനുഭവിക്കട്ടെ. എന്റെ കർത്താവ് അനുഗ്രഹിക്കായി സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. അങ്ങേപ്പോലെ ആരുമില്ല, അങ്ങേപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. 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 അങ്ങേപ്പോലെ ആരുമില്ല, അങ്ങേപ്പോലെ ആരുമില്ല. നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും വരുന്നു നാഥാ. നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. അങ്ങേപ്പോലെ ആരുമില്ല, അങ്ങേപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. അങ്ങേപ്പോലെ ആരുമില്ല, അങ്ങേപ്പോലെ ആരുമില്ല. യേശു വലിയവൻ. 6:31 കഴിയുന്നു. പ്രത്യേകിച്ച് 6:31 ആകുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ട്. അനേകം കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്കായി തയ്യാറെടുത്തിരിക്കുന്നു. എന്നാൽ അതിന് തൊട്ടു മുമ്പ് സിനിമതിരെ നമ്മൾ എണ്ണയും വെള്ളവും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അനേക പ്രിയപ്പെട്ടവർ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. അവർ എണ്ണയും വെള്ളവും പ്രാർത്ഥിച്ച് അത് ഉപയോഗിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും വിടുതലും അവർ അനുഭവിക്കാൻ കഴിയുന്നു. ഇത് അഞ്ചിൽ നിന്നും ഒരു സഹോദരി അറിയിച്ചത്. കൃഷി, ആട്, അപ്പോൾ തന്നെ കോഴികൾ, പശു, എല്ലാ വരുമാനവും അവർക്കുണ്ട്. എന്നാൽ അവർ പറഞ്ഞൊരു സാക്ഷ്യം, എന്നാൽ എന്നും കടങ്ങൾ മാത്രം, എപ്പോഴും രോഗങ്ങളും അസുഖങ്ങളും നിമിത്തം വളരെ പ്രയാസപ്പെട്ടിരുന്ന സമയത്താണ് ഇവർ പ്രേയിങ് കേരളയിൽ നമ്മോടുകൂടെ പതിവായി പങ്കെടുക്കുവാൻ തുടങ്ങിയ ശ്രീമതി. എത്രയോ കർഷകരാണ് നമ്മോടുകൂടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. പലപ്പോഴും അവരുടെ കാർഷിക മേഖല പലപ്പോഴും അവർ ആഗ്രഹിക്കുന്ന നിലയിൽ വരുമാനം ലഭിക്കാതിരുമ്പോൾ വിളവുകൾ നഷ്ടപ്പെട്ടു പോകും. പ്രത്യേകിച്ച് വെള്ളം പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ വെള്ളം പ്രാർത്ഥിച്ചതിന് ശേഷം അവരുടെ കൃഷിയിടങ്ങളിൽ കൊണ്ടുവന്ന് തളിക്കുമ്പോൾ
നല്ല വിളവുകൾ ലഭിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നിന്നും ഒരു സഹോദരി നമ്മളെ അറിയിച്ചത് നീണ്ട 10 വർഷമായിട്ട് ഇഞ്ചി കൃഷി ചെയ്യുക, പക്ഷേ അതിൻ്റെ വിളവെടുക്കുന്ന സമയമാകുമ്പോൾ വിളവുകളെല്ലാം നശിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. സിനിമതരെ ആ സമയത്താണ് നമ്മൾ വെള്ളം പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സഹോദരൻ ചെയ്തത്. ആ വെള്ളം കരങ്ങളെടുത്തു പ്രാർത്ഥിച്ചു, അതിന് ചുവട്ടിൽ കൊണ്ടുവന്നൊഴിച്ചു. സിനിമതരെ സംഭവിച്ചത് 10 വർഷമായി ലഭിക്കാതിരുന്ന നല്ല വിളവ് അവർക്ക് ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തി. നമുക്ക് ഒന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ടവരോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. എണ്ണയും വെള്ളവും കരങ്ങളെടുത്ത് വെച്ചിരിക്കുമ്പോൾ കർത്താവ് ആ വിഷയത്തിന് മേലെ അത്ഭുതം ചെയ്യണം. ദൈവബ്രദറെ, ഈ കോഴിയെ വളർത്തലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ പ്രിയങ്കലയിലുള്ള ഒരു കുടുംബം അവരെ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ പറഞ്ഞൊരു സാക്ഷ്യം ഇതാണ്. അവരുടെ ആ ദേശത്ത് പല പ്രിയപ്പെട്ടവരും കോഴി വളർത്തൽ അത് ചെയ്യുന്നുണ്ട്. കോഴിയെ വളർത്തി അത് കൊടുക്കുക. അപ്പം ഇവർ ചെയ്യുന്നൊരു കാര്യം, ആ സ്ഥലത്ത് പ്രത്യേക ഒരു രോഗം പിടിക്കപ്പെട്ട ഈ കോഴികളൊക്കെ ചത്തുപോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ആ സമയത്ത് തന്നെയാണെങ്കിലും ഈ കോഴികൾക്ക് ആ രോഗം വരാതിരിക്കാനും അഥവാ വന്നാൽ രക്ഷപ്പെടാനും വേണ്ടി ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വന്ന ആൻറ്റിക്ക് ആ സമയത്ത് ഇഞ്ചക്ഷൻ ചെയ്യാൻ ആ കോഴികളെ കൊണ്ടുപോകാനോ ഒന്നും അവർക്ക് സാധിച്ചില്ല. വേറെ എന്തോ ഒരു അത്യാവശ്യത്തിന് മുമ്പിൽ ഇവർ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇവർ ചെയ്തൊരു കാര്യം എന്താണ്, രാവിലെ തത്സമയ പ്രാർത്ഥനയിലും ആരാധനയിലും നമ്മളോട് കൂടെ എണ്ണയും വെള്ളമൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു തുള്ളി എണ്ണ ആ കോഴി ഓരോ കോഴിയുടെയും തലയിൽ തൊട്ട് അവരതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. മാത്രമല്ല പ്രാർത്ഥിച്ച വെള്ളം ആ കോഴികൾക്ക് കുടിക്കുവാനും കൊടുത്തു. പക്ഷേ ഈ മാതാവ് പറഞ്ഞൊരു സാക്ഷ്യം ഇതാണ്, തൊട്ട് അടുത്തുള്ള വീടുകളിലും അവർ കോഴിയെ വളർത്തുന്നവർ ആ കോഴികൾക്ക് കൊണ്ട് ഇഞ്ചക്ഷൻ കൊടുത്തു. പക്ഷേ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും പല കോഴികളും ചത്തപ്പോൾ ഈ വീട്ടിൽ ഇവർ ആ എണ്ണ പുരട്ടി പ്രാർത്ഥിച്ച് ഒരു കോഴി പോലും ചത്തുപോകാതെ അതെല്ലാം ജീവനോടെ ഇരിക്കുവാൻ ദൈവം സഹായിച്ചു എന്നുള്ള സാക്ഷ്യം. മാത്രമല്ല അന്ന് കുടുംബയോഗത്തിൽ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ആ കോഴികളിട്ട് മുട്ടയുമായിട്ട് ആ മാതാവ് അവിടെ കടന്നു വന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുമ്പോൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ വന്ന് കർത്താവിൻ്റെ നാമത്തിൽ അവന് എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14-ഉം 15-ഉം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന അത് ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുമെന്ന് എഴുതി. ഈ മാധ്യമത്തിലൂടെ നാം ചെയ്യുന്ന കാര്യം ദൈവവചനം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ചെയ്യുന്നത് നമ്മുടെ സൗകര്യത്തിന്. ബോട്ടിലുള്ള എണ്ണയും വെള്ളവും ഉപയോഗിക്കുന്നതേ ഉള്ളൂ. വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെണ്ണയും ഏത് വെള്ളവും എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലൂടെ അത് നിറവേറട്ടെ. ദൈവത്തിന്റെ സൗഖ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈ സമയത്ത് കരങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണയും വെള്ളവും അത് അതിമേ കരം വെച്ച് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, അവർ കരങ്ങൾ എടുത്തിരിക്കുന്ന എണ്ണ, വെള്ളം, ആഹാര സാധനങ്ങൾ, കുട്ടികളുടെ പഠനോപകരണങ്ങളെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു. പ്രത്യേകിച്ച് കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്നവർ അവർ ഇപ്പോൾ എണ്ണ കരങ്ങളെടുത്ത് ശരീരത്തിൽ പുരട്ടി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം അവിടെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വെള്ളം കരങ്ങൾ എടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അത് കുടിക്കുമ്പോൾ ദൈവിക സൗഖ്യത്താൽ അവർ നിറയട്ടെ. അത് കൃഷിയിടങ്ങൾ തളിക്കുമ്പോൾ കർത്താവ് നല്ല വിളവുകൾ അവർക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അനേക കർഷകർ അവരുടെ കൃഷിയിടങ്ങളിൽ അത് തളിക്കുമ്പോൾ നല്ല വിളവുകൾ അവർക്ക് ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക പ്രിയപ്പെട്ട ഡോക്യുമെന്റ്സുകൾ കർത്താവ് കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തെ ഞങ്ങളത് അനുഗ്രഹിക്കുന്നു. വർഷങ്ങളായി തീരാതെ കിടക്കുന്ന കർത്താവ് പല തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവ് ദൈവത്തിന് കൃപ അവിടെ വ്യാപരിക്കട്ടെ. പഠിക്കുന്ന കുട്ടികൾ പഠനോപകരണങ്ങൾ കരങ്ങളെടുത്തിരിക്കുന്നു. ആഹാര സാധനങ്ങൾ കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് അത് അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ വന്നിടമേ യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ വന്നിടമേ യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ വന്നിടമേ യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ വന്നിടമേ ഹല്ലേലൂയാ 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 ആമേൻ. ചങ്ങന്നൂർ
നടക്കുന്നുണ്ട്. ചെങ്ങന്നൂർ YWCA രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് നമ്മുടെ കുടുംബയോഗം. ഇന്ന് തന്നെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമുക്ക് എടത്തുവായിലെ സോയാൻ മണലിപ്പറമ്പിൽ ഹാളിൽ നമ്മുടെ കുടുംബയോഗം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം ഈ മാസത്തിന്റെ അവസാനത്തെ കുടുംബയോഗം, എല്ലാ മാസത്തിന്റെ അവസാനത്തെ ചൊവ്വാഴ്ച നമുക്ക് കോതമംഗലത്തുണ്ട്. അടുത്ത 26-ാം തീയതി ചൊവ്വാഴ്ച വന്നിട്ട് നമ്മുടെ കുടുംബയോഗം കോതമംഗലത്ത് വിമലഗിരി സ്കൂളിന് സമീപമുള്ള YMCA രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുണ്ട്. തീർച്ചയായിട്ടും തങ്കച്ച തത്സമയ പ്രാർത്ഥനയും ആരാധനയും കൂടാതെ പലയിടങ്ങളിലായി നമ്മുടെ കുടുംബയോഗങ്ങൾ നടക്കുന്നു. അനേക പ്രിയപ്പെട്ടവരുടെ കടന്നു വരുന്നു. കർത്താവിൻ്റെ വലിയ സൗഖ്യവും സാന്നിധ്യവും അവർ അനുഭവിക്കാനിടയായിരുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് നടക്കുന്ന 2 കുടുംബയോഗങ്ങളിലും കർത്താവ് താൻ വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തങ്കച്ച നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അനേക കുട്ടികൾ ഇപ്പോൾ നമ്മോടുകൂടെ പ്രാർത്ഥനയ്ക്കായി അവർ പ്രാർത്ഥിക്കാനായി തയ്യാറെടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് അനേക സ്കൂളുകളിൽ കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ നമുക്ക് പ്രാർത്ഥനയ്ക്കായി അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് എക്സാമിൻ്റെ സമയമാണ്. അനേക കുട്ടികൾ ഭയത്തിൻ്റെയും ടെൻഷൻ്റെയും മാനസിക സമ്മർദ്ദങ്ങളിലൊക്കെ കടന്നു പോകുന്ന സമയമാണ്. നമുക്ക് ഒരുമിച്ച് ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്ന് എക്സാം എഴുതുന്ന അനേക കുട്ടികളുടെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേരുകൾ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എങ്കിലും ഇത് ഉള്ളൂരിൽ നിന്ന് വർഗീസ് അറിയിച്ചിരിക്കുന്നു. കൊച്ചുമകൻ ഈ എബിക്ക് ഇന്ന് സൗത്ത് ആഫ്രിക്കയിൽ CAയുടെ ഒരു എക്സാം ഉണ്ട്, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇത് വിജി വന്നിട്ട് ആലപ്പിയിൽ നിന്ന് വിളിച്ചു വന്നിരിക്കുന്ന ഇന്ന് വന്നിട്ട് സെക്കൻഡ് എക്സാം ഉണ്ട്, പ്രാർത്ഥിക്കണം. ഇത് തങ്കച്ച കൊട്ടാരക്കരയിൽ നിന്നും സോനുവാണ് അറിയിച്ചിരിക്കുന്നത്. +2 പഠിക്കുന്നു. ഇന്ന് ഇംഗ്ലീഷിന്റെ എക്സാം ഉണ്ട്, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. നാളെ വന്നിട്ട് എക്സാം 9 പഠിക്കുന്ന എക്സാം ഉണ്ട്, പ്രാർത്ഥിക്കണം. പത്തനംതിട്ടയിൽ നിന്ന് മന്നമ്മ അറിയിച്ചിരിക്കുന്നു. അനുജത്തിക്ക് ഇന്ന് IELTSന്റെ ഒരു എക്സാം നടക്കുന്നു, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ കുട്ടികളുടെ മേൽ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും ജ്ഞാനവും ദൈവം നൽകുന്ന മികവും അവരുടെ മേൽ വരേണ്ടതിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കും. കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ പഠിക്കുന്ന മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവേ എക്സാം എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ മക്കൾക്ക് പഠിക്കാനുള്ള കഴിവും ശക്തി ബുദ്ധിയും ആരോഗ്യം ഉണ്ടാകട്ടെ. കർത്താവേ എക്സാമിൽ ഒന്നുപോലും മറന്നു പോകാതെ എല്ലാം നല്ലവണ്ണം ഓർത്തിരുന്ന് എഴുതുവാൻ കർത്താവേ അവരെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുകയാണ്. അനേക കർത്താവേ മക്കൾ എക്സാമിന് ഭയമുണ്ട് കർത്താവേ, അതുപോലെ തന്നെ കർത്താവേ അവർക്ക് മറന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള മക്കളെ യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ദൈവിക ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണം. കർത്താവേ രോഗത്താൽ അനേകർ ഭാരപ്പെടുന്നുണ്ട്, അവരുടെ രോഗമെല്ലാം പൂർണ്ണമായിട്ടും മാറട്ടെ, പനികൾ മാറട്ടെ. കർത്താവേ ഇത് യാതൊരു തടസ്സവുമില്ലാതെ കൃത്യസമയത്ത് തന്നെ സ്കൂളിൽ പോകുവാൻ എക്സാം എഴുതാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവ് മക്കൾ പഠിക്കുന്ന സ്കൂളിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതകരമായ വിജയം നൽകട്ടെ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവൻക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പഠന വൈകല്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, ബുദ്ധി വൈകല്യങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറന്നു വരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓട്ടിസം എന്ന രോഗനിമിത്തം ഭാരപ്പെടുന്ന കുട്ടികളുണ്ട്, ഹൈപ്പർ ആക്റ്റീവായ കുട്ടികളുണ്ട്. കർത്താവേ അവരുടെ പഠനത്തെ അവരുടെ ഭാവിയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ. അപ്പോൾ തന്നെ ലഹരി മരുന്നുകൾക്ക് അടിമയായ അനേക കുഞ്ഞുങ്ങളുണ്ട്. സ്കൂളുകൾക്ക് കോളേജുകൾക്ക് തലവേദനയായിരിക്കുന്ന, ഈ ഭവനത്തിന് ദേശത്തിന് തലവേദനയായിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ കർത്താവേ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും കർത്താവേ ഞങ്ങൾ ആ യൗവനക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങളിലേക്ക് അവർ കടന്നു പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് കർത്താവെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളുടെ വിവരങ്ങളുണ്ടല്ലോ, ഇന്ന് പോലെ കർത്താവെ അതിൻ്റെ മേൽ കരങ്ങളെ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതലും കർത്താവെ മികവും അവരുടെ മേൽ ഓരോരുത്തരുടെ മേലും വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ ആമേൻ.
കുടുംബയോഗം ഇന്ന് രാവിലെ നമുക്ക് ചെങ്ങന്നൂർ വെച്ച് ഉച്ച കഴിഞ്ഞ് എടത്തുവായിൽ വെച്ചുകൊണ്ട് അടുത്ത ചൊവ്വാഴ്ച തങ്കച്ചേച്ചി ഓർപ്പിച്ചതുപോലെ കോതമംഗലത്ത് വെച്ച് നമ്മുടെ കുടുംബയോഗം നടക്കാൻ പോകുക. മാത്രമല്ല സാമ്പ്രദായ കഴിഞ്ഞ ദിവസം ദുബൈയിലായിരുന്നു, ഇപ്പോൾ മസ്കറ്റിലായിരിക്കുന്നു. ഇന്ന് നാളെയും കൂടെ മസ്കറ്റിലുണ്ട്. അനേകം പ്രിയപ്പെട്ടൊരു വിവരങ്ങൾ വിളിച്ച് തിരക്കുന്നുണ്ട്. മസ്കറ്റിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സാമ്പ്രദായ മീറ്റ് ചെയ്യുവാനും ഫോണിൽ വിളിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു അവസരങ്ങൾ അവിടെയുണ്ട്. അത് ആവശ്യമായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ 7 മണിക്ക് ശേഷം അത് വിളിക്കുക. അതിനുള്ള കാര്യങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്തു തരുവാൻ സാധിക്കും. മാത്രമല്ല 30-ാം തീയതിയിൽ ഡൽഹിയിലും നമ്മുടെ ഒരു കുടുംബയോഗം നടക്കാൻ പോകുക. ആ വിവരങ്ങളും സ്ക്രീനിൽ അത് എത്തിച്ചേരുന്നുണ്ട്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന് വലിയ പ്രവൃത്തി നമ്മുടെ ഓരോ കുടുംബയോഗങ്ങളിലും അത് വെളിപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാട്ടെ. മാത്രമല്ല നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ യേശു അത്ഭുതമായിട്ട് മറുപടി വിടുതലും നൽകി തരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഓൾട്ടർ എന്ന് പറഞ്ഞാൽ 2013 ഫെബ്രുവരി മാസം 1-ാം തീയതി ആരംഭിച്ച് 9 ലക്ഷത്തിന് മുകളിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ. നമുക്കറിയാം ആദ്യത്തെ ദിവസം തുടങ്ങി 1 നമ്പർ ഇട്ടതുകൊണ്ട് നിന്റെ അതിരിക്കുകയാണ്. ഇതിനകത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവര്, സാമ്പത്തികമായ പ്രയാസങ്ങളോടെ കടന്നു പോകുന്നവര്, കുടുംബത്തിൽ സമാധാനമില്ലാത്തവര്, ഏത് വിഷയമായെന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടെ എഴുതി വെക്കുന്നു. നമ്മൾ പ്രിയങ്കര കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയങ്കര കുടുംബങ്ങളുടെ അകത്തൊരു ഉറപ്പുണ്ട്, ഒരു വിശ്വാസമുണ്ട്. യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ നിങ്ങൾ 2 പേർ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഐക്യമത്യപ്പെട്ട സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത് നൽകുക. ആ ഉറപ്പോടെ വന്നിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഗുജറാത്തിൽ നിന്നൊരു മാതാവ് മേരി വർഗീസ് വിളിച്ചു പറഞ്ഞു, അവരുടെ മകൾക്ക് ഓസ്ട്രേലിയയിൽ പറയാനായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, അത് പാസ്സാകണം. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ വിളിച്ചു പറഞ്ഞത് മോള് ആ ടെസ്റ്റ് പാസ്സായി ഓസ്ട്രേലിയയിലേക്ക് പോകണേ, പ്രാർത്ഥിച്ചതിന് നന്ദി പറഞ്ഞിരിക്കുന്നു. പ്രിയങ്കയിലേക്ക് കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുമ്പോൾ നമ്മൾ അത് പ്രാർത്ഥിച്ചു വിടുക മാത്രമല്ല ചെയ്യുന്നത്, അത് ഇതുപോലെ പ്രത്യേകം പ്രാർത്ഥനാ വിഷയം എഴുതുന്ന ഫോമിൽ ആ വിവരങ്ങൾ എഴുതിയതിനു ശേഷമാണ് നമ്മളത് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എഴുതി വെച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ഓൾട്ടറിൽ ഇരിക്കുന്നത്. നമുക്കൊന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോ വിഷയത്തിന്മേലും കർത്താവ് അത്ഭുതം ചെയ്യേണ്ടതിന്, ആ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കേണ്ടതിനാൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ഏത് സമയത്തും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചറിയിക്കുവാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന വിഷയങ്ങൾ രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണിക്ക് ഉള്ളിലുള്ള സമയങ്ങളിൽ വിളിച്ച് പറയണമെന്ന് ഈ സമയത്ത് ഒരിക്കലും ഓർമ്മിപ്പിക്കുന്ന. ബർത്ത്ഡേ ഉള്ള വിവരങ്ങളൊക്കെ നേരത്തെ 6 മണിക്ക് മുമ്പ് തന്നെ അത് വിളിച്ചറിയിക്കുക. ഇനി വളരെ അത്യാവശ്യമാണോ രാത്രി സമയത്തും വേണമെങ്കിൽ വിളിക്കാം. വളരെ അത്യാവശ്യമായ വിഷയങ്ങൾ രാത്രി 6-ന് ശേഷം വിളിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അതിന് ഏത് രാത്രിയിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും വിളിക്കുവാൻ സാധിക്കും. കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചൊരു കാര്യം, ഇത് രാധാമണി എന്ന് പറയുന്നൊരു മാതാവ് ചേർത്തലയിൽ നിന്നും ഇപ്പോൾ നമ്മെ വിളിച്ചറിയിച്ചിരിക്കുന്ന ഇന്നലെ രാത്രി 11 മണിക്ക് പ്രിയങ്കയിലേക്ക് വിളിച്ച് ഒരു പ്രാർത്ഥനാ വിഷയം അറിയിച്ചത് ഇങ്ങനെ, ഹസ്ബൻഡ് പ്രസന്നന് പെട്ടെന്ന് ചുമയും ശ്വാസമുട്ടലും വിമിഷ്ടവും വളരെ പ്രയാസത്തോടെ പോകുക. തങ്കച്ച അങ്ങനെ ഒരു പ്രയാസത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ രാത്രി ഇനി 11 മണിയാണോ 12 മണിയാണോ 1 മണിയാണോ ഒന്നും നോക്കണ്ട, അന്നേരം പ്രിയങ്കയിലേക്ക് വിളിക്കുക, പ്രാർത്ഥനാ വിഷയം അറിയിക്കുക. ആ രാത്രിയിൽ 11 മണിക്ക് പ്രിയങ്കയിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. 2 മണിക്കൂറിനുള്ളിൽ പൂർണ്ണ സൗഖ്യം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് ഈ പ്രഭാതത്തിൽ സാക്ഷ്യം വിളിച്ചറിയിച്ചിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുന്നത് നമുക്കറിയാം. ഇത് പകൽ വിളിച്ചു പറയുന്ന ഒരു വിഷയമാണ്. പ്രിയങ്കരയിലെ മാതാവ് വിളിച്ചു പറഞ്ഞത് അവരുടെ ചേച്ചിയുടെ മകള് വിവാഹം നടക്കുന്നില്ല, പല ആലോചനകൾ വരുന്നുണ്ട്. പക്ഷെ വളരെ പ്രയാസത്തിൽ കൂടെയാണ്, ഒരു വിവാഹം നടക്കുന്നില്ല, പ്രായം കടന്നുപോയി. പക്ഷേ പ്രിയങ്കരനെ വിളിച്ചു പറഞ്ഞു, പ്രിയങ്കര കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞ പ്രാർത്ഥനയുടെ ഫലമായിട്ട് വിവാഹം ഉറച്ചു. പ്രാർത്ഥിച്ചതിന് നന്ദി പറഞ്ഞിരിക്കുക. ഇത് കാഞ്ഞങ്ങാട് നിന്ന് വാലിയസ് അറിയിച്ചിരിക്കുന്നു. വാൽവ് മാറ്റി വെച്ചതാണ്, ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, വലത്തെ ചെവിയിൽ നിന്നും ബ്ലഡ് വരുന്നു, പൂർണ്ണ സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്ന് ഒരു മാതാവ് വിളിച്ചു പറഞ്ഞ് അവളുടെ മകളുടെ പ്രസവം കഴിഞ്ഞ് 1 മാസമായി, പക്ഷെ മാനസികമായിട്ട് വളരെ പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. പ്രിയങ്കര കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ആ മാനസികമായ പ്രയാസം മാറി എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് ശൈലിയാണ് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളിപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് അനിയൻ കുഞ്ഞ് ബ്ലഡ് ക്ലോട്ടായി ആക്സിഡന്റ് പറ്റിയതിനെ തുടർന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുന്നു, പൂർണ്ണ സൗഖ്യം ചോദിച്ചിരിക്കുന്നു. തിരുവല്ലയിൽ നിന്ന് ഒരു മാതാവ് വിളിച്ചു പറഞ്ഞു അവളുടെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന സമയത്താണ് പ്രിയങ്കരെ വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞത് മകൾ പ്രാർത്ഥനയ്ക്ക് ശേഷം ഗർഭിണിയാണ്, പ്രാർത്ഥിച്ചതിന് നന്ദി പറഞ്ഞിരിക്കുക. വിവാഹം നടക്കേണ്ട കുഞ്ഞുങ്ങളുടെ വിവരങ്ങൾ, മക്കളില്ലാത്തവരുടെ വിവരങ്ങൾ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത വിഷയങ്ങൾ, കാര്യങ്ങളായി സഹോദരിമാരുടെ വിഷയങ്ങൾ, ഭവനമില്ലാതെ അങ്ങനെ അനേകം വിഷയങ്ങളാണ് ഈ ഓൾട്ടറിൽ ഇരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഓൾട്ടറിൽ ഇരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ തത്സമയ പ്രാർത്ഥന ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ട വിഷയങ്ങൾ ഒരുപക്ഷെ അവർ പ്രാർത്ഥനാ വിഷയം അറിയിച്ചിട്ടില്ലായിരിക്കും, നമ്മുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നുള്ളതായിരിക്കും. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹാലേ, നാം എവിടെ ആയിരിക്കുന്നു അവിടേക്ക് ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ വായിച്ച പോലെ യെശയ്യാപ്രവചനം 55:8-9 വാക്യങ്ങളിൽ, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളുമല്ല എൻ്റെ വഴികൾ, ആകാശ
ആകാശവും ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു എന്നറിൽ ചെയ്യുന്ന കർത്താവ് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് ഉയർന്ന വഴികൾ ഉയർന്ന ചിന്തകളുള്ളവൻ. വീണ്ടും എഫേസ്യർ 3:20 നാം വായിക്കുന്നത്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഉപരിയായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ. ഒന്നിച്ച് ആ വചനം വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. 2013 ഫെബ്രുവരി മാസം 1-ാം തീയതി കർത്താവെ ആദ്യമായി വിളിച്ച വ്യക്തിയുടെ കർത്താവ് ഇപ്പോൾ വരെ വിളിച്ച ഓരോ വിഷയങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, സാമ്പത്തികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കർത്താവെ കുടുംബത്തിൽ സമാധാനമില്ലാതെ മക്കളെ കുറിച്ച് കർത്താവെ ഭാരപ്പെടുന്നവരുണ്ട്, കർത്താവെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കർത്താവെ കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട്. അവർക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ജപ്തിയുടെ പക്കത്തായിരിക്കുന്നവരുണ്ട്. കർത്താവെ മക്കളെ വിവാഹത്തെ കുറിച്ച് പ്രയാസപ്പെടുന്നവരെ, സ്വന്തമായിട്ടൊരു ഭവനമില്ലാതെ പ്രയാസപ്പെടുന്നവരെ, കർത്താവ് ഏത് വിഷയമായാലും എന്റെ കർത്താവ് എവിടെ കാൽവറി കുശി തികച്ചെടുത്ത ദൈവിക സൗഖ്യം വിജയ കർത്താവെ സമാധാനം ഓരോ വ്യക്തികളിലേക്ക്, ആ കുടുംബങ്ങളിലേക്ക്, ആ ദേശങ്ങളിലേക്ക് വരട്ടെ. കർത്താവ് ഇതിൽ പങ്കെടുക്കുന്ന ഓരോ ദേശങ്ങളും അനുഗ്രഹിക്കപ്പെട്ട് എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കായി സ്വത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തുതികൾക്കും എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. തങ്കമ്മ അറിയിച്ച ഒരു പ്രൈസ് റിപ്പോർട്ടാണ്. കഴിഞ്ഞ 12-ാം തീയതി കൊല്ലം മീറ്റിംഗിൽ കുടുംബയോഗത്തിൽ വന്ന് പ്രത്യേകിച്ചും മകന് വേണ്ടി പ്രാർത്ഥിച്ചു. വിദേശത്തേക്ക് പോകുക എന്നുള്ളതും അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആ വിഷയത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു. 12-ാം തീയതിയാണ് വന്നത്. വന്ന് പ്രാർത്ഥിച്ച ശ്രീമതി മാതാവ് പറഞ്ഞത് അടുത്ത ദിവസം അതിനുള്ള വിസ വന്നു. ഇന്ന് യൂറോപ്പിലേക്ക് കടന്നു പോകുന്നു. പ്രത്യേകമായി പ്രാർത്ഥന ചോദിച്ചു. ഇന്ന് നടക്കുന്ന സകല കാര്യത്തിന് അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ദീപ്രതരെ നമ്മുടെ കുടുംബയോഗങ്ങളിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് വേഗത്തിൽ ഓരോ വിഷയത്തിനും മറുപടി നൽകുന്ന ഇത് കൊല്ലത്തെ കുടുംബയോഗം 12-ാം തീയതി പ്രാർത്ഥിച്ചു. 13-ാം തീയതി വിസ വന്നു. ഇന്നലെ തൃശ്ശൂർ വെച്ച് ഒരു മാതാവ് പറഞ്ഞൊരു സാക്ഷ്യം ഇങ്ങനെയാണ്. കഴിഞ്ഞ കുടുംബയോഗത്തിൽ തൃശ്ശൂർ വന്നൊരു മാതാവ് പറഞ്ഞൊരു പ്രാർത്ഥനാ വിഷയം ഇങ്ങനെയാണ്. മകന് ജോലിയിലൊരു പ്രമോഷൻ ഉയർച്ച ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചായിരുന്നു. അന്ന് കുടുംബയോഗത്തിൽ ആ പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ മകൻ കമ്പനിയിൽ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞ് ആ മകന് സെയിൽസിലായിരുന്നു, അവൻ HR പോസ്റ്റിലേക്ക് അവന് ഉയർച്ച ലഭിച്ചു എന്നറിയിച്ചിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇന്ന് നമ്മുടെ കുടുംബയോഗം ചെങ്ങന്നൂർ YWCN രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം എടത്തുവായിൽ സോവാൻ മണലിപ്പറമ്പ് ഓഡിറ്റോറിയം ഹാളിൽ വെച്ച് വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെയും നമ്മുടെ കുടുംബയോഗമുണ്ട്. മാത്രമല്ല സാമ്പ്രദായം മസ്കറ്റിൽ ഇന്നും നാളെയും കൂടെ ഉണ്ട്. അവിടെയും ആൾക്കാർക്ക് കുടുംബാംഗങ്ങൾക്ക് നേരിട്ട് അദ്ദേഹത്തെ കാണുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കും. 30-ാം തീയതിയിൽ ന്യൂഡൽഹിയിൽ വെച്ച് നമ്മുടെ ഒരു കുടുംബയോഗം നടക്കാൻ പോകുക. മസ്കറ്റിലെ വിവരങ്ങൾ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ വരുന്നുണ്ട്. അതിൽ ഫോൺ നമ്പറും ഇൻഫർമേഷനും എല്ലാം സ്ക്രീനിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 30-ാം തീയതി ഡൽഹിയിൽ വെച്ച് നമ്മുടെ ഒരു കുടുംബയോഗം നടക്കാൻ പോകുക. അന്നും സാമ്പ്രദായം അവിടെ ഉണ്ടാകും. നമുക്ക് ഒന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നടക്കുന്ന സകല കാര്യത്തിനും കർത്താവ് നമ്മളോട് കൂടിയിരിക്കട്ടെ. ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാത്തിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിനെ നാം
തൊടുന്ന സകലത്തിന്മേലും നമുക്ക് അനുഗ്രഹം കൽപ്പിക്കുന്ന കർത്താവ് ഇന്ന് നടക്കുന്ന സകല കാര്യത്തിലും നമ്മുടെ കൂടെ ഇരുന്ന് സഹായിക്കാനായി പ്രാർത്ഥിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് അശ്വിനെ അറിയിച്ചിരിക്കുന്നു, മകന് കിഡ്നിക്ക് ഒരു വീക്കമുണ്ട്, ഇന്ന് സ്കാനിങ്ങിനായി കടന്നു ഇത് പോകുന്നു. ഗ്ലോറി കന്യാകുമാരി അറിയിച്ചിരിക്കുന്നത് ഇൻഫെക്ഷൻ ഉണ്ട്, കഫമുണ്ട്, ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. നന്ദി അറിയിച്ചിരിക്കുന്നു, മകൻ വിനീതിന് ഇന്ന് 3 മണിക്ക് ഒരു മുംബൈയിൽ ഒരു ഹോസ്പിറ്റലിൽ കടന്നു പോകുന്നു, ചെവിക്ക് കഠിനമായ വേദനയുണ്ട്. LIC പേരിൽ അറിയിച്ചിരിക്കുന്ന മകൾ ചിഞ്ചു ബ്രസ്റ്റിലും കക്ഷത്തിലും തടിപ്പുണ്ട്, ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു, നോർമൽ റിസൾട്ട് ലഭിക്കാൻ. ഹസ്ബൻഡ് ജേക്കബിന് ഇന്ന് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ഇന്ന് രാവിലെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു. വാട്സാപ്പിലൂടെ ബീന വർഗീസ് അറിയിച്ചിരിക്കുന്നു. ജയരാജൻ പത്തനംതിട്ട അറിയിച്ചിരിക്കുന്നു, മകൾ രേഷ്മയ്ക്ക് ഇന്ന് 2 വീലർ ടെസ്റ്റ് ഉണ്ട്, പ്രാർത്ഥിക്കണം. മകള് കുടുംബവും ഇന്ന് ഷാർജയിലേക്ക് കടന്നു പോകുന്നു. കൊട്ടാരക്കലിൽ നിന്നും സാറാമ ജോൺ വിവരം അറിയിച്ചിരിക്കുന്നു. ദൈവരേ, ഇന്ന് നടക്കുന്ന സകല കാര്യത്തിനും അനുഗ്രഹത്തിനായി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്ന കർത്താവ് ജീവനക്കാർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ ഓപ്പറേഷൻ കർത്താവെ നടക്കേണ്ട ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അങ്ങയുടെ തികഞ്ഞ സൗഖ്യം കർത്താവെ ആ കുടുംബം കർത്താവെ ആ വ്യക്തി അനുഭവിക്കട്ടെ. കർത്താവെ ഹല്ലേലൂയ, വിവാഹ ബന്ധത്തിലേക്ക് കർത്താവെ നീങ്ങുന്ന ആ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ നിന്റെ കരമ കർത്താവെ ഇരുവരുടെ മേലും കർത്താവെ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഡോക്യുമെന്റേഷന് വേണ്ടി കർത്താവ് ഇന്ന് രാവിലെ പോകുന്ന ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതെല്ലാം നല്ല രീതിയിൽ നടക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ ബാങ്കിന്റെ ഡീല് കർത്താവെ ഹല്ലേലൂയ, ബിസിനസ് ഡീല് കർത്താവെ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, പുതിയൊരു ബിസിനസ് തുടങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, കർത്താവെ യേശുവിന്റെ നാമത്തിൽ അത് അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ പുതിയ തുടക്കങ്ങൾ കർത്താവെ ഹല്ലേലൂയ, കർത്താവെ പുതിയ തീരുമാനങ്ങളിലേക്ക് കടന്നു വരുന്ന ജീവിതങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഗവൺമെന്റ് സെക്ടറുകളിൽ കർത്താവെ സുപ്രധാന തീരുമാനങ്ങൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ദേശത്തിന് അനുഗ്രഹകരമായ തീരുമാനങ്ങൾ കർത്താവ് ഇന്നെടുക്കേണ്ട തീരുമാനങ്ങളെ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, കർത്താവ് ഇന്ന് കർത്താവെ മസ്കറ്റിൽ കർത്താവെ നടക്കുന്ന മീറ്റിങ്ങുകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, കേർത്താമസം കർത്താവ് വീടിന്റെ കേർത്താമസനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ട, ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ ഞങ്ങൾ ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങളുടെ മേലും ഇന്ന് അവർക്ക് അഭിമുഖീകരിക്കുന്ന ഓരോ ആവശ്യങ്ങളുടെ മേലും ആ കൊടുക്കാനുള്ള പണം, ആ ലഭിക്കാനുള്ള പണം യേശുവിന്റെ നാമത്തിൽ അവരുടെ കരങ്ങളിൽ ലഭിക്കേണ്ട കർത്താവെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കുടുംബമായി പ്രേമികളെ ഒരുമിച്ച് കർത്താവെ ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ് യേശുവിന്റെ കരം വെളിപ്പെട്ടാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവേ. നീതിയും യേശുവേ നീ മാത്രം. ഇന്ന് ഈ സമയത്ത് നമുക്ക് ഒന്നിച്ച് നമ്മുടെ പ്രിയങ്കേരള കുടുംബാംഗങ്ങളെ സാമ്പത്തിക ആവശ്യത്തിൻ്റെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ ഈ ശുശ്രൂഷ ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളിലും കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് പ്രാർത്ഥിക്കണം. ഇന്നത്തെ ഈ ദിവസത്തെ ശുശ്രൂഷ പാറശാലയിൽ നിന്നും ഒരു കുടുംബമാണ്, ജിജി ഗ്രേസ് ആൻഡ് ഫാമിലി. ആ കുടുംബമാണ് ഇന്ന് ഈ ശുശ്രൂഷയുടെ ചെലവുകൾ വഹിക്കുന്നത്. അവരുടെ ഇന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. മാത്രമല്ല അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ട് അവർക്ക് മക്കളില്ലാതിരിക്കുമ്പോഴാണ് പ്രിയങ്കയുടെ ഒരു കുടുംബയോഗത്തിൽ അവർ കടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ട് ട്രിവാൻഡ്രത്ത് വെച്ച് അവർ പ്രാർത്ഥിച്ചത്. കർത്താവ് അവർ അനുഗ്രഹിക്കപ്പെട്ട ആൺപൈതനെ നൽകി കൊടുത്തു. ആ കുഞ്ഞിപ്പോൾ 4 വയസ്സായി. കഴിഞ്ഞ ട്രിവാൻഡ്രത്തെ കുടുംബയോഗത്തിൽ ആ കുഞ്ഞുമായിട്ട് അവർ അവിടെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. നമ്മുടെ കുടുംബാംഗങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വിതയ്ക്കുന്നതിൽ നിന്നും ഈ ശുശ്രൂഷ നമുക്ക് ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നത് ദൈവബ്രദർ ഈ ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് ചില്ലറ പൈസ, ഇതൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൾ സൈറ എന്ന് പറയുന്ന ഒരു മകൾ അത് ശേഖരിച്ച് ഈ ശുശ്രൂഷയ്ക്ക് ആ മകളാൽ കഴിയുന്ന ഒരു തുക ഇവിടെ ഏൽപ്പിച്ചിരിക്കുക. ഇത് കഴിഞ്ഞ കുടുംബയോഗത്തിൽ റാന്നിയിൽ വെച്ച് തന്നതാണ്, ഈ മകളിൽ തന്നത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ അനേകർക്കൊരു അനുഗ്രഹമായി തീരുവാൻ, അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹമാകുവാൻ നമ്മളെ കഴിയുന്നത് പോലെ നമുക്കും ഈ ശുശ്രൂഷയിൽ കൂടെ നിൽക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ശുശ്രൂഷ ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ കർത്താവ് ഇതിനോട് കൂടെ സാമ്പത്തികമായ ആവശ്യത്തിൽ പ്രാർത്ഥനയിൽ അധ്വാനത്തിലെ കൂടെ യാത്ര ചെയ്യുന്ന ഓരോ കുടുംബങ്ങളെയും നിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ കൃപയും നിന്റെ സാന്നിധ്യവും ആ കുടുംബങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ പ്രിയങ്കരുടെ സാമ്പത്തികമായ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും, വഴികളെയും വാതിലുകളെയും തുറക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നീതിയും യേശുവേ നീ മാത്രം. യേശുവേ എനിക്കെന്നും വേണം, ഓരോ നിമിഷവും വേണം. എൻ സൗഖ്യവും എൻ രക്ഷയും യേശുവേ നീ മാത്രം.
ബ്രദറെ പ്രിയങ്കല കുടുംബത്തിൽ നിന്ന് അനേകം പ്രിയപ്പെട്ട ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കലെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന നമ്മുടെ സഹോദരൻ സലി ബ്രദറിന്റെ 57ാമത്തെ ബർത്ത്ഡേ ആണ്. ഇന്നത്തെ കേക്കും ഈ കുടുംബാംഗങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ശ്രീമതി അപ്പോൾ തന്നെ ബത്തേലിൽ നിന്നും ഇത് ശാന്തി അറിയിച്ചിരിക്കുന്ന ഹസ്ബൻഡ് വർഗീസിന്റെ 55ാമത് ബർത്ത്ഡേ. ഫെബിൻ സേയം കുറിച്ചിന്ന് അറിയിച്ചിരിക്കുന്നത് അമ്മ ഏലിയാമ്മ മത്തായുടെ 75ാമത്തെ ബർത്ത്ഡേ ആണ്. ഇന്നത്തെ കേക്കും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ബാബു അറിയിച്ചിരിക്കുന്ന കൊച്ചുമകൻ ഇവാന്റെ 3ാമത് ബർത്ത്ഡേ ആണ്. ജിജി ഗ്രേസ് പാറശാല എന്ന് അറിയിച്ചിരിക്കുന്നത് ഹസ്ബൻഡ് ജയ ജോൺ സുരേഷിന്റെ ബർത്ത്ഡേ ആണ്. ഇന്നത്തെ കേക്കും ഇന്നത്തെ ശുശ്രൂഷയും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇവാന്റെ 3ാമത് ബർത്ത്ഡേ ആണ്. വാട്സാപ്പിലൂടെ ബാബു കോശി വിവരം അറിയിച്ചിരിക്കുന്നു. സവിത തൃശ്ശൂരിൽ അറിയിച്ചിരിക്കുന്ന മകൻ വി ടി ബിനുവിന്റെ 18ാമത്തെ ബർത്ത്ഡേ ആണ്. മകൾ അലേനയുടെ 5ാമത് ബർത്ത്ഡേ ആണ്. മൂവാറ്റുപുഴയിൽ നിന്നും അനുപമ വിവരം അറിയിച്ചു. ഷിബി വാട്സാപ്പിലൂടെ അറിയിച്ചിരിക്കുന്ന മകൻ ഡിക്സൺ ജോസഫിന്റെ 22ാമത്തെ ബർത്ത്ഡേ ആണ്. മകൾ അനൂപിന്റെ 30ാമത് ബർത്ത്ഡേ ആണ്. കണ്ണൂരിൽ ശോഭ ജോൺസൺ വിവരം അറിയിച്ചു. ബർത്ത്ഡേ വെഡിങ് ആയിട്ടുള്ള എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ബർത്ത്ഡേ ഉള്ള സലി ബ്രദർ തന്നെ ഈ കേക്ക് കേട്ടുമ്പോൾ ദീ ബ്രദർ പ്രാർത്ഥിക്കട്ടെ. നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ഇന്ന് ബർത്ത്ഡേസ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഓരോ കുടുംബങ്ങളെയും നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് സലി ബ്രദറിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കൃപ കൂടെ ഇരുന്നാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ നീ എത്ര നല്ലവൻ, യേശുവേ നീ എത്ര നല്ലവൻ, യേശുവേ നീ എത്ര നല്ലവൻ. കഴിഞ്ഞ 24 മണിക്കൂറിൽ ടെലിഫോണിലൂടെയും അപ്പോൾ തന്നെ തൃശ്ശൂരും നേരിട്ട് കടന്നു വന്ന കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ കരങ്ങളിലിരിക്കുമ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കരങ്ങളിലേക്ക് ഓരോ വിഷയങ്ങളെ കുടുംബങ്ങളെയും വ്യക്തികളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ചെങ്ങന്നൂർ നമ്മുടെ കുടുംബം കൊണ്ട്, വൈകുന്നേരം 3 മുതൽ 6 വരെ എടുത്തുവാലും കുടുംബമുണ്ട്. എത്തിച്ചേരാൻ പറ്റുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരും എത്തിച്ചേരുക. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നാളെ രാവിലെ വീണ്ടും കാണാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ചേർന്ന് യേശുവേ നീ എത്ര നല്ലവൻ, യേശുവേ നീ എത്ര നല്ലവൻ,